ജി കല്യാണം കഴിച്ചാ? ഹാപ്പി മാരീഡ് ഹായ് ഗായ്സ്. അപ്പോൾ ഇൻട്രോയിൽ കണ്ട പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് പോകണം കേട്ടോ. എന്നും പോണ പോലെ തന്നെ എൻ്റെ അനിയൻ്റെ കൂടെ അനിയനാണ് കൊണ്ടാക്കുന്നത് സ്റ്റേഡിയം വരെ. അപ്പോൾ ഞാൻ അവനും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സിനെ കണ്ട, ഞാനാണെങ്കിൽ തന്നെ മലപ്പുറത്താണല്ലോ, അപ്പോൾ അവരെയൊക്കെ കണ്ട ഒരു സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. കുറച്ച് പേരും കൂടെ വരാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. അവസാനം എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ അവൾക്ക് ഇന്ന് നിക്കാഹാണ് കേട്ടോ, അത് സൺഡേ നിക്കാഹായിരുന്നു. ആ കല്യാണം താലികെട്ട് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്നതായിരുന്നു. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഈ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ തേവൻ്റെ സുഹൃത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിന് ശേഷം ഉണ്ടായ രംഗമാണ് ഇപ്പോൾ കണ്ടത്. കേക്ക് താഴെ പോയി ഷോപ്പിൽ നിന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ എന്ത് പൊട്ടനായിരുന്നു. ശേഷം അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പുതിയ കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റേഡിയത്തേക്ക് നടന്നു. ബസ് കയറി ഞങ്ങൾ പിന്നെ നേരെ അവളുടെ വീട്ടിൽ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ കുറച്ച് ടൈം ലേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ട സന്തോഷത്തിലാണെങ്കിൽ എന്താ പറയുക ഒന്നും അറിയുന്നില്ല, എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളിതാ എത്തി. അവസാനം അവളുടെ വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിരിക്കുന്നത് അമ്പളി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ അവളുടെ വീടെത്തി. ഇതാണ് വീട്. അപ്പോൾ ഇവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കല്യാണമൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നല്ല ചൂടായിരുന്നു, നല്ല ചൂടാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ നമ്മുടെ ജ്യൂസ് വെച്ചിട്ടുണ്ട്. ജ്യൂസ് ഇങ്ങനെ കുടിച്ച് ഞങ്ങളിതാ നമ്മളുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എൻ്റെ കുറച്ച് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കുറേ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ടാണ്, എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും നിങ്ങളെന്തായാലും. അപ്പോൾ ഞങ്ങളത് അവളുടെ അകത്തേക്ക് പോകും. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടുകാരാണെങ്കിൽ അവരെന്തോ നിക്കാഹിന് വേണ്ടിയിട്ട് പള്ളി, നമുക്ക് അവിടുത്തെ ചടങ്ങ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്, കുറേ സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ അവളാണെങ്കിൽ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവളങ്ങോട്ട് സൂര്യ എന്നൊക്കെ പറഞ്ഞ് ഹഗ്ഗൊക്കെ ചെയ്ത് ഭയങ്കര കാരണം കുറേ ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ നവംബറിൽ എങ്ങാണ്ട് കണ്ടതാണ് എല്ലാവരും. പിന്നെ ഇതാ ചേട്ടൻ, ഞങ്ങൾ അവളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ഇങ്ങനെ മിഠായും ഡ്രസ്സും എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കൊന്നും നേരെ അറിയില്ലായിരുന്നു അവരുടെ ചടങ്ങ് എങ്ങനെയാണെന്ന്. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാ അവരൊക്കെ ഉണ്ടായിരുന്നു. ആ ബൊക്കെയൊക്കെ പിടിച്ചിട്ട് ചേട്ടൻ, അവർ വൈറ്റിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൂടുതൽ പേര് അവരുടെ കയ്യിൽ വൈറ്റായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് കൈയൊക്കെ കൊടുത്ത് ചേട്ടൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതാക്കുന്നുണ്ട്. കുറേ മിഠായും കാര്യങ്ങളും ഡ്രസ്സ് പിന്നെന്താ മാല അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ കയറി. അവളാണെങ്കിൽ അവൾ ഫുള്ളും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യുക എന്നൊന്നും അറിയാതെ. ചേട്ടനാണെങ്കിൽ തന്നെ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പറയാനാണെങ്കിൽ അകത്ത് വെച്ചിട്ട് ഇതായിരുന്നു. അപ്പോൾ ഒന്നാമത് പാലക്കാട് നല്ല ചൂടാണ്. അപ്പോൾ നല്ല ചൂടുണ്ടായി, നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ തന്നെ എടുക്കാൻ പറ്റില്ല, അതിങ്ങനെ ഷെയ്ക്കൊണ്ടിരുന്നു. ഞാൻ ചെയറുടെ മുകളിലൊക്കെ കയറിയിട്ട് ഇങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്ത് എന്തായാലും വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചിയുടെ കല്യാണമല്ലേ, ഇപ്പോൾ വീഡിയോയിൽ അത് എന്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെയറുടെ മുകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെയുള്ള കോപ്രായങ്ങളാണ് കുറേ പേരുടെ തല ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബൊക്ക അങ്ങനെ കൊടുത്തു. പിന്നെ അവളെ ഡ്രസ്സ് മാറ്റിക്കാനുള്ള ഒരു ചടങ്ങായിരുന്നു. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ സുന്ദരിയായിട്ട് മണവാട്ടിയായി എന്നൊക്കെ പറയാം. ഹാപ്പി മാരീഡ് ചെറുതായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കിടന്നു കേട്ടോ. ബിരിയാണി, അപ്പോൾ അതുപോലെ ബിരിയാണി ആയിരുന്നു. രാവിലെ തന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നല്ലപോലെ കഴിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് അവളുടെ ഏട്ടൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ ബിരിയാണി, ചില്ലി, സാലഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഒരു ഉഷാറായിട്ട് അങ്ങോട്ട് കഴിച്ച് വേർത്ത് കുളിച്ചു. ഭയങ്കര ചൂടാണ്. പിന്നെ തലയിലൊക്കെ ഫുള്ള് മറ്റേ സാധനമായിരുന്നു പോപ്പ് പൊട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് കേക്ക് കട്ടിങ്ങാണ് കേട്ടോ. ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ വേറെ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കും. ആൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് 2 മാസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പം നിക്കാഹ് കഴിഞ്ഞ് വീട്ടിൽ തന്നെയാണ്. അന്ന് ഞങ്ങൾ എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കേക്ക് കട്ട് കൊണ്ടുപോയി കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളത് എന്താ പറയണത്, ഹാപ്പി ബർത്ത്ഡേ ആണോ ഹാപ്പി മാരീഡ് ലൈഫാണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അവിടെ ഇതാക്കുന്നുണ്ട്. ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു.
പിന്നെ അവർ ഫുഡ് കഴിച്ചതിലായിരുന്നു. പിന്നെ ആരും അങ്ങനെ അധികം കേക്കൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കഴിച്ച്. പിന്നെ എല്ലാവരും എനിക്ക് തരണം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഇതാക്കിയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോയിൽ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നന്നായി എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഫോൺ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അവസാനം ഞാൻ തന്നെ എന്നെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ അവസാനം എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കേക്ക് പീസ് അങ്ങോട്ട് എടുത്തിട്ട് അവളുടെ അടുത്ത് കൊടുക്കും. എനിക്കിനി ഇത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ കൊടുക്കും. ആ പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവളിങ്ങോട്ട് തിരിയുമ്പോഴേക്കും എനിക്കിത് തന്നാൽ മതി, നിങ്ങൾ ഫോട്ടോ എടുക്കണേ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അവളുടെ കല്യാണം എന്ന് പറയണത്. ഭയങ്കര സന്തോഷത്തിലാണ് അവളാണ്. ബായ് പറഞ്ഞ എല്ലാവരും പോവാണ്. ബായ് ബായ് എല്ലാവരും അമ്മളി